ഹായ് ഓൾ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൈക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ മൈലേജ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ഈ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് വഴി നമ്മൾ ചെയ്ത സമയത്ത്, അതായത് നമ്മൾ വണ്ടി ഓടിച്ച സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജ് 34.1 ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഏത് കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ഓടിച്ചതെന്നും ഇതിൽ നല്ല ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യാമെന്നും അതുപോലെ ഹൈവേ നമ്മൾ പോകുമ്പോഴത്തേക്ക് എത്ര എക്സ്പെക്റ്റ് ചെയ്യാമെന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഫുള്ള് കാണാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളൊരു രീതിയെ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, മെജോറിറ്റി ആൾക്കാരും ഞാൻ ഈ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ നോക്കിയ സമയത്ത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉള്ള വണ്ടികൾ, അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഉള്ള വണ്ടികളിൽ ഒരുപാട് ആൾക്കാർ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടിയിൽ എണ്ണ ഉണ്ടാവും, അത് ഫുള്ള് ഓടിച്ച് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു ലിറ്റർ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് അത് ഒഴിക്കുന്നു, അതിനുശേഷം വീണ്ടും ഓടിക്കുന്നു, എത്ര കിലോമീറ്റർ പോകുന്നു, വീണ്ടും പെട്രോൾ ഡ്രെയിനായിട്ട് വണ്ടി ജമ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു, എത്ര കിലോമീറ്റർ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു, മീറ്റർ നോക്കുന്നു, എടുക്കുന്നു. അങ്ങനെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപകട സാധ്യതകളാണ് ഞാൻ ആദ്യമേ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളും കുറച്ച് നാൾ മുന്നേ ഇറങ്ങിക്കൊണ്ടിരുന്ന വണ്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ട് ടൈപ്പ് സിസ്റ്റം, അതായത് കാർബറേറ്റർ സിസ്റ്റവും ഫ്യൂൽ ഇഞ്ചക്ടർ സിസ്റ്റവും, ഇത് രണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതിൽ ആദ്യം കാർബറേറ്റർ സിസ്റ്റം, രണ്ടിലും യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാർബറേറ്ററിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്യൂവൽ എന്ന് പറയുന്ന സാധനം ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോസസ്സ് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എയറുമായിട്ടുള്ളൊരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. എന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കമ്പഷൻ നടന്ന് നമുക്ക് ഈ ഒരു എഞ്ചിൻ വർക്കിംഗ് കണ്ടീഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ കാർബറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബറേറ്റർ ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. എയർ വലിച്ചെടുത്തതിന് ശേഷം ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നു, അത് നമ്മൾ എഞ്ചിനിലോട്ട് സപ്ലൈ ചെയ്യുന്നു, അവിടെ പ്രോസസ്സ് നടക്കുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയ സമയത്ത് എന്താ അത് ഇമ്പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർബറേറ്റർ സിസ്റ്റത്തിൽ കുറേ ഫോൾട്ട്സ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടല്ല ഈ പ്രോസസ്സ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എഫിഷ്യൻറ്റ് അല്ല ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കമ്പയർ ടു ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഓക്കെ, ഫ്യൂൽ ഇഞ്ചക്ഷനിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവലിനെ ലിക്വിഡ് ഫോമിൽ തന്നെ നമ്മുടെ പിസ്റ്റനിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും, എഞ്ചിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ആ സമയത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് ഫോമിൽ കൂടുതൽ കമ്പഷൻ നടക്കുകയും ചെയ്യും, കുറച്ചുകൂടെ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാനും പറ്റും, കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ഈ പ്രോസസ്സ് നടക്കുകയും ചെയ്യും. അതായത് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനകത്ത് ഒരു ഫ്യൂൽ പമ്പ് ഉണ്ടാവും, അതുപോലെ സെൻസേഴ്സ് ഉണ്ടാവും, നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിൻ്റെയും അതുപോലെ പ്രഷറും അതുപോലെ ടെമ്പറേച്ചറും എല്ലാം സെൻസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഈ ഒരു ഹോൾ ഇലക്ട്രിക്കൽ പാർട്ട് വരുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഫ്യൂൽ ഇഞ്ചക്ഷനാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം, അതായത് പുതിയ എഫിഷ്യൻ്റ് ആയിട്ടൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിന് എന്താ ചെറിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ഒരു ഫുൾ മൊഡ്യൂൾ കുറച്ച് കോംപ്ലക്സ് ആണ്, അതിനനുസരിച്ച് അതിന് എക്സ്പെൻസീവ് ആണ്. കാർബറേറ്റർ സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അങ്ങനെയല്ല, കംപ്ലീറ്റ് ആയിട്ട് ആ മൊഡ്യൂൾ മാറ്റി വയ്ക്കേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും സെൻസർ പോവുകയോ അല്ലെങ്കിൽ ഫ്യൂൽ പമ്പ് പോവുകയോ അങ്ങനെ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. മീൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം. അതായത് നോർമൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉള്ള വണ്ടികളിൽ നമ്മൾ കുറഞ്ഞത് ഒരു ലിറ്ററെങ്കിലും അതിൽ പെട്രോള് ടാങ്കിൽ കിടക്കണം. അതാണ് ഏറ്റവും സേഫായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമുക്ക് വണ്ടിക്ക് പണി അധികം കൊടുക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് യൂസ് ചെയ്യാണ്ട് ഒരു 1 ലിറ്റർ ഉള്ള സമയത്ത് തന്നെ നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യുക. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ വണ്ടിക്കും ഒരുപാട് കാലം ആ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം എനിക്കൊന്ന് ജസ്റ്റ് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ മൈലേജ് ഡീറ്റെയിൽസ്, എന്തൊക്കെ കണ്ടീഷൻസിലാണ് ഞാൻ വണ്ടി ഓടിച്ചത് അതിനുള്ള ഡീറ്റെയിൽസിലോട്ടാണ്. ചേച്ചി ഫുൾ ടാങ്ക് പ്രീമിയം.
കാർഡാണോ ചേച്ചി? അത്രേ ഉള്ളൂ. സ്ഥിരം പ്രീമിയം. ഇവിടെ നിന്ന് എപ്പോഴും അടിക്കുന്നത്? ഇവിടെ നിന്ന് എപ്പോഴും അടിക്കുന്നത്. അതിൻ്റെ പേരെന്താ? ചന്ദ്രിക. മതി 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 മതി. $1117.61. താങ്ക് യു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ സമയത്താണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7:40 അപ്പോൾ അതായത് ശനിയാഴ്ച വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ട്രാഫിക്കൊക്കെ കുറഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള അന്തരീക്ഷം. നല്ല തണുപ്പുണ്ട്, മഴ കഴിഞ്ഞിട്ടുള്ള രാവിലത്തെ അതേ അന്തരീക്ഷം, ബട്ട് ഓൺലി ഡിഫറൻസ് നൈറ്റ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അങ്ങനെ സുഖമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, സുഖമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റ് ഡേ ഈസി ട്രാഫിക് അല്ല കേട്ടോ. നൈറ്റ് പോത്തങ്കോട് ഗൈസ്. പോത്തങ്കോട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ട്. വണ്ടിയിൽ ചൂടടിച്ചു തുടങ്ങി ഗൈസ്. കാലിൽ ഇന്ന് മിക്കവാറും റേഡിയേറ്റർ ഫാൻ ഓണാകുമ്പോഴത്തേക്ക്, വീടെത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റേഡിയേറ്റർ ഫാൻ ഓണായതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ച് തരാം. മിക്കവാറും അതിനുള്ള ഭാഗ്യം ട്രാഫിക് ഒരുക്കി തരുന്നതായിരിക്കും മിക്കവാറും. ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 4. ഇപ്പം നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ ഓണായി വരുന്നേ ഉള്ളൂ. 80 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അതായത് ഇന്നും കൂടെ ഓടിച്ചതിന് ശേഷം വൈകുന്നേരം നമ്മൾ എണ്ണ അടിക്കുന്നതായിരിക്കും വീണ്ടും. അപ്പം നമുക്ക് കറക്റ്റ് മൈലേജ് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി ട്രാഫിക്ക് സാധാരണ പോലെ അല്ല കേട്ടോ. ഇത്തവണ മൈലേജ് ടെസ്റ്റിന് എടുത്ത സമയത്ത് നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു. അമ്മ ഞാൻ പോകുന്നേ. ഓക്കേ, അടിപൊളി. നല്ല മഴക്കോളാണ്. പോകുന്ന വഴിക്ക് മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. വീണ്ടും മഴ തുടങ്ങി ഗൈസ്. ഇടയ്ക്ക് വെച്ച് 2 ആഴ്ച നല്ല വെയിലൊക്കെ ആയിരുന്നു. എന്താക്കണ്ട, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറുന്നു. വേണ്ടോ,
വയൽ കണ്ടോ, ഫുള്ള് നിറഞ്ഞ കണ്ടോ. ഇതുമല്ല, കുറച്ചുകൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ വെള്ളം വരും. ആ ലെവലിൽ നല്ല മഴ പെയ്യാറുണ്ട്. അടിപൊളി. ഇന്ന് മിക്കവാറും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് പടുതിയാവും. കാര്യം നല്ല മഴ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 80 കിലോമീറ്റേഴ്സ് ഇന്ന് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 120-130 കിലോമീറ്റേഴ്സ് ആവും. അത്യാവശ്യം നല്ല ട്രാഫിക്കിലാട്ടോ ഓടിച്ചേ. വണ്ടി വരുന്ന കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇത്തവണ എനിക്കൊന്നും മൈലേജ് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കേട്ടോ. അവധി ദിവസം ആയതുകൊണ്ട് ആസ് എക്സ്പെക്റ്റഡ് ഒരുപാട് തിരക്കൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് വെഞ്ഞാറമൂട് കാണുന്നത് വളരെ ഭാഗ്യമാണ് ഗൈസ്. നല്ല തിരക്കാണ് സാധാരണ ഈ സമയത്ത്. സ്കൂളും കൂടെ ഇല്ലാത്തതുകൊണ്ട് അത്രയും തിരക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നേരെ പിള്ളേർ ഇവിടെയൊക്കെ നോയിക്കൊണ്ടിരിക്കും റോഡിൽ. ഞങ്ങളും പണ്ട് അവിടെ ആയിരുന്ന സമയത്ത് ഫുൾ ടൈം റോഡിലായിരുന്നു കണ്ണ്. മഴച്ചാറ്റിൽ തുടങ്ങി ഗൈസ്. എവിടെ നിർത്തും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. യെസ്, ഹിയർ കംസ് ദം. One eternity later. ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. ചിട്ടയുടെ മണ്ടയിൽ കൂടെ കയറിയത് നൈറ്റാണ് ഏറ്റവും കലിയേറി വരുന്നത്. നൈറ്റ് ഇതേപോലെ ഓടിച്ച് വന്ന സമയത്ത് അപ്പുറത്ത് കുറച്ചുകൂടെ താഴെ ചെന്ന സമയത്ത് തിട്ട കഴിഞ്ഞിട്ടൊരു വണ്ടി ബാക്കിൽ അവിടെ നിന്ന് വരികയാണ്. ബട്ട് സ്റ്റിൽ ഒരു യൂ ടേൺ എടുക്കുന്ന പോലെ ചുമ്മാ ഒന്ന് കയറി ആ തിട്ട ക്രോസ് ചെയ്ത് അങ്ങ് ഒറ്റയടിക്കാൻ കയറി. 2000 years later. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ അംഗം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ക്ലാസ് ആയിരുന്നു, 4 ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ടയേർഡാണ്. നാളെ ഞാൻ എറണാകുളം പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കും. ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കണക്കും കാര്യങ്ങളും. അപ്പോൾ ഫുൾ ടാങ്ക് അടിക്കും. എത്ര കിലോമീറ്റർ? ഇപ്പോൾ ഏകദേശം 106 കിലോമീറ്റർ ആയി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തുമ്പോൾ ഒരു 15 കിലോമീറ്റർ കൂട്ടിക്കോ, ഒരു 120 കിലോമീറ്റർ അടുപ്പിച്ചാവും. അപ്പോൾ 120 കിലോമീറ്റർ ഓടിയതിന് ശേഷം എത്ര ലിറ്ററായെന്ന് നമ്മൾ നോക്കുന്നു. അതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യും. കഴക്കൂട്ടൻ നൈറ്റ് പൊളിയാണ് ഗൈസ്. നൈസാണ്, അടിപൊളിയാണ്. പറയണ്ടെന്ന് തോന്നല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര വൈബാണ്. ഒരുപാട് തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് തിരക്കില്ല. എന്നാൽ തിരക്കില്ലെന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ഹാപ്പനിങ് ആണ്. എനിക്കറിയാം കഴക്കൂട്ടത്തുള്ള എല്ലാ ആൾക്കാരും എഗ്രി ചെയ്യുന്നൊരു കാര്യമായിരിക്കും. എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമാവുന്ന ഒരു സ്ഥലമാണ്. ഈവൻ പുറത്തുനിന്ന് എറണാകുളത്തുനിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് അവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴക്കൂട്ടം. ആ കുഴി കണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ബൈക്ക് പുള്ളിക്കാരൻ കണ്ടോ? ഇവിടെ ADV കൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ നടുക്ക് ഇതേപോലെ റാൻഡമായിട്ടൊരു കുഴി, ഒരു വാണിങ് പോലും ഇല്ല. നമ്മൾ നല്ല സ്പീഡിനൊക്കെ അത്യാവശ്യം, ഇത് ഒരു 4 വരി പാതയാണ്, അത്യാവശ്യം ഹൈവേ ആണ്. അത്യാവശ്യം സ്പീഡിന് വരുന്നൊരു വണ്ടി നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ആ വണ്ടി വന്ന് വീണാണ്ടോ അതേപോലെ വന്ന് വീഴും. അത് അത്യാവശ്യം എനിക്കൊന്നു ഹൈനസ് ആണെന്ന് തോന്നുന്നു. ബേസിക് ആയിട്ടുള്ള അത്രയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അടി തട്ടും. വണ്ടിക്ക് തന്നെ പണി വരും. നമ്മളൊട്ടും പ്രതീക്ഷിക്കത്തില്ല അവിടെ അങ്ങനെ ഒരു കുഴി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ചേച്ചി പ്രീമിയം ഫുൾ ടാങ്ക് കാർഡാണ്. ഇത്രേ ഉള്ളൂ.
അല്ല ഇതിപ്പോൾ പെട്ടെന്ന് കഴിയും. മതി 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 കഴി മതി 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 3.5 ലിറ്റർ അല്ലേ? ആ ഹിന്ദി അറിയാം. ആ അറിയാം അറിയാം. അവിടെ പെട്രോൾ പമ്പിൽ എന്തോ സീൻ. ആ ചേച്ചിയുടെ പാട്ട് നൈസായിരുന്നു കേട്ടോ, അടിപൊളി പാട്ടായിരുന്നു. ഞാനത് പറയാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു ബംഗാളി പയ്യൻ വന്ന് കയറി, പുള്ളിക്കാരൻ എത്രയോ 12,000 രൂപ അയച്ചു കൊടുക്കാമെന്നോ ഗൂഗിൾ പേ ചെയ്യുമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞ ഗ്യാപ്പിൽ പുള്ളിക്കാരൻ വന്നു. പിന്നെ എൻ്റെ തലയിലാക്കിയിട്ട് എല്ലാവരും കൂടെ വലിഞ്ഞു ഗൈസ്. ഞാൻ പിന്നെ നൈസിന് അവിടെ നിന്ന് ചാടി. കമ്പനിയുടെ ഇത് പറഞ്ഞ കേട്ടോ, കമ്പനി ക്ലെയിം ചെയ്യുന്നത് 3.3 ആണ്. 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനായിട്ട് 3.3 ലിറ്റർ പെട്രോൾ വരും എന്നാണ് പറയുന്നത്. അതിനെക്കാട്ടിലും ബെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഔട്ട്റോ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഞാനിതിൽ പറയാം. നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ടാങ്ക് ടു ടാങ്ക് മെത്തേഡാണ് ഫോളോ ചെയ്തത്. അതായത് നമ്മൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എക്കണോമി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂൽ ഇഞ്ചക്ഷനുള്ള വണ്ടികളിൽ നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഫുൾ ടാങ്ക് എണ്ണ അടിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് ചൂസ് ചെയ്യുക, അവിടുത്തെ ഒരു പർട്ടിക്കുലർ മെഷീൻ ചൂസ് ചെയ്യുക, ആ മെഷീനിൽ തന്നെ ഫുൾ ടാങ്ക് അടിക്കുക. ഫുൾ ടാങ്ക് അടിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ടാങ്ക് അടിക്കുമ്പം മെഷീൻ വാൽവ് കട്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് എക്സ്ട്രാ പിന്നെ ഉയർത്തിയിട്ട് അടിക്കാണ്ട് ആ വാൽവ് കട്ടാവുന്ന വരെയുള്ള എത്രയാണോ ഫില്ല് ചെയ്യുന്നത് അത്രയും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓടിച്ചതിന് ശേഷം കുറച്ച് കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം വീണ്ടും വന്നിട്ട് റീഫില്ല് ചെയ്യുമ്പോഴും എഗെയിൻ ആ വാൽവ് കട്ടാവുന്ന വരെ തന്നെ ഫില്ല് ചെയ്യുക. അതേ മെഷീനിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര കിലോമീറ്റർ പോയോ അതിനെ നമ്മളിപ്പോൾ പമ്പിൽ നിന്ന് റീഫില്ല് ചെയ്യുമ്പോൾ എത്ര ലിറ്റർ എക്സ്ട്രാ അടിക്കുമല്ലോ, അത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈലേജ് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിതിൽ യൂസ് ചെയ്യുന്ന പെട്രോൾ 95 റോണാണ്. അപ്പോൾ അതിലും ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പെട്രോളിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെട്രോളിൻ്റെ ഈ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മൈലേജും ടെസ്റ്റും കാര്യങ്ങളും എല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് അറിയുക, ഞാൻ പ്രീമിയം പെട്രോളാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നോർമലി ഞാൻ ഓടിക്കുന്ന ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ അടുപ്പിച്ച് എനിക്ക് വർക്ക് പ്ലേസിൽ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നോർമലി ആവാറുണ്ട്. അപ്പോൾ എനിക്ക് നോർമലി കിട്ടുന്ന മൈലേജ് ഹൈവേ മൈലേജാണ്. ബിക്കോസ് വലുതായിട്ട് ട്രാഫിക്കുള്ള സ്ഥലങ്ങളുണ്ട്, ബട്ട് ഞാൻ പോകുന്ന ടൈമിങ്ങിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ട്രാഫിക് കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് ഒരു ഹൈവേ മൈലേജാണ് നോർമലി കിട്ടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മൈലേജ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ട്രാഫിക്കിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ ആയതുകൊണ്ടും പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാർ ലേറ്റായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഈ ആഴ്ച പോയത് കുറച്ച് നേരത്തെയും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രാഫിക്കിലായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചത്. വേണമെങ്കിൽ നമുക്ക് മോഡറേറ്റ് ട്രാഫിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള വെച്ചിട്ട് ഞാനൊരു റേഞ്ച് പറയാം. അതായത് നമ്മൾ എക്സ്ട്രീം ട്രാഫിക് കണ്ടീഷൻസിലും അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഒരു 27 to 32 ആണ് നമുക്ക് കിട്ടുന്നത്. 31 27 to 25 to 31 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്ന മൈലേജ്. അല്ല, ഇനി മോഡറേറ്റ് ആയിട്ട് ട്രാഫിക്, അതായത് ഞാനിപ്പോൾ ഈ ഓടിച്ച പോലത്തെ ഒരു ട്രാഫിക് ആണെങ്കിൽ 31 to 34 35 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. അല്ല, നിങ്ങൾ ഹൈവേയിലാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നോർമലി ഓടിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ 35 to 39 ഒക്കെ കിട്ടാറുണ്ട്. എനിക്ക് മാക്സിമം 39 വരെ കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ. സോ അങ്ങനെയാണ് ഇതും ഞാൻ പറയുന്നത് ഈ പ്രീമിയം പെട്രോളിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. പിന്നെ സ്പീഡ് അതൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ വണ്ടിയുടെ എയറോഡൈനാമിക്സ് അതും ഒരു ഫാക്ടറാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഇതിൽ ടൂറിംഗ് വൈസർ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇതെവിടെയാണ് യൂസ്ഫുൾ ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വണ്ടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് അറിയാലോ, നമ്മൾ എയർ പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ത്രോട്ടിൽ റോൾ ചെയ്യേണ്ടി വരും. കൂടുതൽ ത്രോട്ടിൽ റോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി കൂടുതൽ ഫ്യൂവൽ അതിനനുസരിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ വരുത്തുന്ന വണ്ടിയുടെ എയറോഡൈനാമിക്സിനും ഇതിനൊരു മെയിൻ പാർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു മൈലേജ് കിട്ടുന്നത്. ഹൈവേയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു മൈലേജ് കിട്ടുന്നത്. ഫുൾ വൈസറൊക്കെ ഇട്ടിട്ട് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്പ് കിട്ടും. നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഹെൽപ്പ് കിട്ടും പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട്. സോ അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എഗെയിൻ നമ്മൾ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും പറഞ്ഞു. 34.1 ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന മൈലേജ്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ മൈലേജ്. ഇതിനെക്കാട്ടിലും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. ഈ പെട്രോളിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് മൈലേജിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറ്റിൽ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ വൈബ്രേഷൻസ് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിയാണ്, ഡയറക്റ്റ് വന്ന് നേരെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് രാവിലെയാണ് വന്നേ. വരുന്ന സമയത്ത് ഞാൻ കുറച്ച് റവ് ചെയ്തിട്ടുണ്ടായിരുന്നു, 90 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 90 ടച്ച് ചെയ്യുന്ന സമയത്ത് 92 ഒക്കെ ആവുന്ന സമയത്ത് ചെറുതായിട്ട് സീറ്റിൽ വൈബ്രേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6000 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചായിട്ടുണ്ട്. സോ അങ്ങനെ വരുന്നുണ്ട്, ചെറുതായിട്ട് വൈബ്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ മിക്സ് ചെയ്താട്ടോ കണ്ടന്റ് ഇടുന്നത്. ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് ഇടും, അതേപോലെ വേറെ ടെക് റിലേറ്റഡ് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടും. മിക്സ് ചെയ്താണ് ഇപ്പോൾ കണ്ടന്റ് ഇടുന്നത്. ഞാൻ സെപ്പറേറ്റ് അത് സോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ടൈപ്പ് വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്നെ ഗൈഡ് ചെയ്യാം കമൻസിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ അതിലൂടെ വീഡിയോയുടെ താഴെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്. ഇത്തവണ കറക്റ്റ് ചെയ്യാൻ ഒപ്പിച്ച്.